അങ്ങനെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അതിന്റെ നേതൃസ്ഥാനത്ത് ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു? അവർ ദുൽ ഉഷൈറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതായത് ഷാമിന്റെയും മക്കൾക്കും ഇടയിൽ മദീനക്കാർക്ക് പെട്ടെന്ന് ആ വഴിയിൽ എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലമാണ് ദുൽ ഉഷൈറ. അതായത് ഈ കച്ചവട സംഘം ദുൽ ഉഷൈറ കൂടെ പാസ് ചെയ്യും. മദീനക്കാർക്ക് ഏറ്റവും എളുപ്പം ആ വഴിയിലേക്ക് എത്താൻ പറ്റിയ സ്ഥലം ദുൽ ഉഷൈറാണ്. അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തു? ദുൽ ഉഷൈറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെട്ടു. പക്ഷേ റസൂലുള്ളാഹി അവിടെ എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തു? കച്ചവട സംഘം അവിടുന്ന് കടന്നു പോയിട്ട് ഷാമിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം എന്നറിയപ്പെടുന്ന ഗസ്വത്ത് ദുൽ ഉഷൈറ എന്ന് പറയുന്ന യുദ്ധം നടന്നിട്ടില്ല. അവർ പിടികൂടാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി തീരുമാനിച്ചു അങ്ങോട്ട് പോയി ഇനി അവർ കച്ചവടം കഴിഞ്ഞിട്ട് തിരിച്ച് മക്കയിലേക്ക് വരുന്ന സമയത്ത് പിടികൂടാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ബസ്ബസത്ത് ബിനു അമ്രു അതേപോലെ അദിയു ബിനു അബി സഗ്ബാർ റളിയല്ലാഹു അൻഹു ഈ രണ്ട് സഹാബത്തിനെയും അവിടെ എന്ത് ചെയ്തു? ചാരന്മാരായിട്ട് അവിടെ നിയോഗിച്ചു. അവർ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ അറിയിക്കണമെന്ന് പറയുകയും റസൂലുള്ളാഹി സഹാബത്തും തിരിച്ച് മദീനയിലേക്ക് പോരുകയും ചെയ്തു. അങ്ങനെ പിന്നീട് മദീനയിൽ അവർ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ബസ്ബസത്ത് ബിനു അമ്രു റളിയല്ലാഹു അൻഹു മറ്റേ സഹാബി കൂടി ഓടി വന്നിട്ട് റസൂലുള്ളാഹി യാ റസൂലുള്ളാഹി ആ കച്ചവട സംഘം ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തു? സഹാബത്തിനോട് അവിടെ കൂടിയ സഹാബത്തിനോട് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യാണ്? ആ കച്ചവട സംഘത്തെ പിടികൂടുക, ആരൊക്കെയാണോ ഇപ്പോൾ ഇവിടെ റെഡിയുള്ള ഉടനെ പുറപ്പെടുക എന്ന് പറയുകയും. അപ്പോൾ റസൂലുള്ളാഹി നോക്കുമ്പോൾ എന്താണ് ഏകദേശം ബദറിൽ പങ്കെടുത്തത് നമ്മൾ കണക്ക് കൂട്ടുമ്പം 83 മുഹാജിറുകൾ, അതായത് മക്കയിൽ നിന്ന് പുറപ്പെട്ട 83 പേരും അതേപോലെ ഔസ് ഗോത്രം, മദീനക്കാർ അൻസാരികൾ 2 ഗോത്രങ്ങളാണ്, ഔസ് ഹസ്രജ്. ഔസിന്റെ ഒരു 61 പേരും അതേപോലെ ഹസ്രജിന്റെ 170ഓളം പേരും. കാരണം ഈ ഹസ്രജ് ഗോത്രക്കാർ ഏറ്റവും കൂടുതലാണ്. കാരണം റസൂലുള്ളാഹിന്റെ പള്ളിന്റെ ചുറ്റുവട്ടത്ത് ഏകദേശം താമസിച്ചിരുന്ന ഈ ഹസ്രജ് ഗോത്രക്കാരാണ്. അപ്പോൾ റസൂലുള്ളാഹി ഇപ്പൊ തന്നെ പുറപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ആ പരിസരത്തുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഹസ്രജ് ഗോത്രക്കാരായിരുന്നു. അങ്ങനെ 170 ഹസ്രജുകാരും അതേപോലെ 61 ഔസും അതേപോലെ 83 അൻസാരി മുഹാജിറുകളും ഇവരെന്ത് ചെയ്തു? ഉടനെ തന്നെ പുറപ്പെടുകയും അങ്ങനെ റസൂലുള്ളാഹി ഓരോ ഘട്ടമായിട്ട് നമ്മൾ മദീനയിൽ നിന്നൊക്കെ നമുക്ക് എപ്പോഴും പഠിക്കുന്നതാണ്. മദീനയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു. ആദ്യം മറ്റേ മസ്ജിദ് സുഖിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി. അവിടുന്ന് അടുത്ത ഘട്ടം അങ്ങനെ ഓരോ സത്രങ്ങൾ വന്നിട്ട് ദുൽഹുലൈഫ അതേപോലെ ദാത്തുൽ ജയ്ഷ് എന്നൊക്കെ പറയുന്ന സ്ഥലം, അങ്ങനെ ഓരോന്ന് വന്നിട്ട് അവസാനം റസൂലുള്ളാഹി എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാദി ദഫ്രാൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ എത്തുന്നത് വരെ കാരണം ഈ അബൂ സുഫിയാന്റെയും കച്ചവട സംഘത്തെയും ബദറിലിട്ട് പിടികൂടാ എന്നായിരുന്നു റസൂലുള്ളാഹിയുടെ തീരുമാനം. അങ്ങനെ ബദറിലേക്ക് നമ്മൾ എത്തുക, അബൂ സുഫിയാന്റെ സംഘം ബദറിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് പിടികൂടാ എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി ബദറിലേക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ ദൂരം കൂടിയുള്ളൂ. ഇത് അവസാനത്തെ സത്രമാണ്, ഇത് കഴിഞ്ഞാൽ പിന്നെ ബദറാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയ സമയത്ത് റസൂലുള്ളാഹി എന്ത് ചെയ്തു? ഇവിടെ ഇറങ്ങി. സ്വാഭാവികമായിട്ട് നമുക്കറിയാം യാത്രാ സംഘമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഇറങ്ങി. ഇതേ സമയത്ത് തന്നെ അബൂ സുഫിയാനും കച്ചവട സംഘവും അവരും ഇതാണ് ഫുൾ പ്ലാനിങ്ങിലായിരുന്നു. കാരണം അവർക്കറിയാം അവരുടെ കയ്യിലുള്ള വലിയ സമ്പത്തും കാര്യങ്ങളൊക്കെയാണ് അവരെ ശത്രുക്കളോ അല്ലെങ്കിൽ കൊള്ളക്കാരൊക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള മുൻകരുതൽ അവരും എടുക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ അബൂ സുഫിയാനും സംഘവും തിരിച്ചു വരുന്ന സമയത്ത് അവരെന്ത് ചെയ്തു? മുൻകൂട്ടി ചാരന്മാരൊക്കെ മുന്നിലേക്ക് അയക്കും, ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വഴിയിലോ മറ്റോ ഉണ്ടോ, വഴി മാറി പോകണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർക്കൊരു വാർത്ത കിട്ടുന്നത്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഞങ്ങൾ പിടികൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബദറിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത. ഉടനെ തന്നെ എന്ത് ചെയ്തു? അബൂ സുഫിയാൻ ബിനു അമ്രു എന്ന് പറയുന്ന ഒരാളെ ഉടനെ തന്നെ മക്കയിലേക്ക് ഹൈ സ്പീഡിൽ എന്ത് ചെയ്യാൻ വിട്ടു. അന്നത്തെ ഏറ്റവും വലിയ